പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്യം, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ടതാണ് എന്ന് ഏറെ തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആളുകളോടുള്ള ബന്ധത്തിൽ പുഞ്ചിരി എന്നുള്ളതിന് വലിയ പ്രാധാന്യമുണ്ട്. പുഞ്ചിരിച്ചുകൊണ്ട് സലാം പറയുക, അഭിവാദ്യം ചെയ്യുക. ശരിക്കും ഏതൊരു ബിസിനസ് സംരംഭമാണെങ്കിലും ഏത് മേഖലയിലും ആ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആളുകൾ ഇന്ന് കുറച്ചുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിക്കേഷനാണ്. കാരണം ആളുകൾക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള നേരമില്ല എന്നുള്ളതാണ് ആളുകൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു വ്യക്തി മരണപ്പെടുമ്പോൾ, നമ്മൾ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരനുഭവമാണ് ഞാൻ പറയുന്നത്. ദീർഘകാലം വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ച് റിട്ടയർമെൻറ്റിന് ശേഷവും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയുടെ മരണം, ആ മരണ വീട് സന്ദർശിച്ച സമയത്ത് ആ വീട്ടിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ആളുകളൊക്കെ സാത്വികനായിട്ടുള്ള ആ മഹാ വ്യക്തിയെ സംബന്ധിച്ച് നല്ലത് മാത്രമാണ് സംസാരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ വിനയം, അദ്ദേഹത്തിൻ്റെ അറിവ്, അദ്ദേഹത്തിൻ്റെ ഭക്തി, അദ്ദേഹം മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതി, പുഞ്ചിരിച്ചുകൊണ്ട് വളരെ വിനയത്തോടുകൂടി സംസാരിക്കുന്ന ആ ഒരു രീതിയാണ് മനുഷ്യരെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെയൊക്കെ സ്വഭാവം. സംസാരിക്കുന്ന എൻ്റെയും കേൾക്കുന്ന നിങ്ങളുടെയും സ്വഭാവം എത്രത്തോളം മനോഹരമാണ്. ഈഗോ എന്നുള്ളത്, അഹംഭാവം എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ പരിഗണിക്കാൻ നമുക്ക് സാധിക്കാതെ പോകും. ആളുകൾക്ക് പരിഗണന കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം. പലപ്പോഴും കൗൺസിലർ എന്നുള്ള നിലയിൽ പലരും എന്നെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ചിലപ്പോൾ മാനസികമായി തകർന്ന് പരാജയത്തിൻ്റെ വക്കിലെത്തിയ ആളുകൾ വിളിക്കുമ്പോൾ, നിങ്ങളോട് എനിക്ക് സംസാരിക്കണം എന്നുണ്ട്, കുറച്ച് സമയം തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ആ സമയം നൽകാൻ ശ്രമിക്കാറുണ്ട്. നമ്മുടെ ഒരു 10 മിനിറ്റ് സംസാരം കൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഗുണപരമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ, ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് നമ്മുടെ സംസാരം മാറിയിട്ടുണ്ടെങ്കിൽ, അത് മാത്രം മതി നാളെ പരലോകത്ത് നമുക്ക് വിജയം കൈവരിക്കാൻ. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ്. ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. 2 തരം ബന്ധങ്ങളാണ് നമുക്കുള്ളത്. അതിൽ ഏറ്റവും വലിയ ബന്ധം നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുമായിട്ടുള്ള നമ്മുടെ ബന്ധം നമ്മൾ നന്നാക്കേണ്ടതുണ്ട്. ഒപ്പം നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ ഭാര്യയോട്, മക്കളോട്, അയൽവാസിയോട്, സുഹൃത്തുക്കളോട്, സമൂഹത്തിലുള്ള വ്യക്തികളോട് എല്ലാം നല്ല ബന്ധം സ്ഥാപിക്കാനും പുഞ്ചിരിക്കാനും സംസാരിക്കാനും നമുക്ക് സമയം കിട്ടുന്നുണ്ടെങ്കിൽ മാനസികമായ നമ്മുടെ ആരോഗ്യം, അതിൻ്റെ നിലവാരം കൂടും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ആ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് ഇന്നത്തെ മോർണിംഗ് മ്യൂസിങ്സ് പറയാനുള്ളത്.